ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങള് ഒരു യാത്ര പോകുകയാണ്. ജെർണി ഹൗസ് ഇന്ന് മിഷിഗനിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളെ കാണാൻ. ഇന്ന് ജൂലൈ 4th ആണ്. ഇവിടെ 250 എന്താണിത് 250 years of independence for America. സോ ഞങ്ങള് എല്ലാരും കൂടെ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോവാണ്. സോ ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ആ ടൈമിൽ ഇറ്റ് വാസ് സോ ക്രൗഡഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എക്സ്പെക്ടഡ് ടു ബി മോർ ക്രൗഡഡ് ദിസ് ടൈം. നിവിൻ ഇവിടെ ഉണ്ട്, എൽസി ഇവിടെ ഉണ്ട്. ഹായ് സെയിൻ. ഹായ്. So Are you excited, boys? Yeah. What are you going to see today? Fireworks. Yay, let's have fun. All right, we'll give you more updates soon. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പാലസൈഡ് പാർക്ക് വേ വഴി ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. എടാ ചെറുനെ, ഈ പ്രാവശ്യത്തെ ജൂലൈ 4th എന്താ പ്രത്യേകത? ഈ ജൂലൈ 4th നമ്മുടെ 250th ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റാൻഡിങ് ഡെമോക്രസിയുടെ 250th ബർത്ത്ഡേ ആണ്. നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂയോർക്ക് സിറ്റിയിൽ ഇന്ന് ഫയർ വർക്ക്സ് ഉണ്ട് എല്ലാ വർഷവും ഉള്ള പോലെ. പക്ഷേ ഈ വർഷം സ്പെഷ്യലാണ്. നമ്മൾ ഓൾഡസ്റ്റ് ഡെമോക്രസി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുക. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കയറുക, ന്യൂയോർക്ക് സിറ്റി ഫയർ വർക്ക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് കാണുക. Nivin, tell us some facts about July 4th. Here are some fun facts. The first fun fact is our first Independence Day was in 1776. Another fact is the first president was George Washington, President of USA. Third fun fact is Americans eat 150 million hot dogs every July 4th. That's half the population of the US. ഞങ്ങളിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഉണ്ട് ചെറുക്കന്മാർ സ്ട്രോളറിലെത്തി, ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ല ചൂടാണ് ഇന്ന്, 95 ഡിഗ്രിയാ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. പൊളിയാ കേട്ടോ. എന്നാ ലുക്ക ഓക്കെ. ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങ് എത്തി. വൈകിട്ട് 9:25 ഉള്ളൂ നമ്മുടെ പരിപാടി. എന്നാൽ പോലും നമ്മൾ നേരത്തെ എത്തിയിട്ട് ഇവിടെ ലൈനിൽ നിൽക്കുകയാണ്. ഒരു 4 മണിയാകുമ്പോഴത്തേനും ലൈനിൽ നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റ് എൻട്രി ടൈമിൽ എത്താൻ പറ്റത്തില്ല. പാർക്കിംഗ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടി. നേരത്തെ വന്നുകൊണ്ട് നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു, ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റി. അപ്പം ഫയർ വർക്ക് കണ്ടിട്ട് ഞങ്ങൾ കുറേ കൂടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കണ്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഞങ്ങൾ അതുവഴി എസ്എക്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലൂടെ നടന്ന് ഒരു എസ്എക്സ് മാർക്കറ്റുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ നടന്നങ്ങോട്ട് എത്തി. കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നുമില്ല. പിന്നെ പോലീസുകാരുണ്ടോ, ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ജൂലൈ 4th ആയതുകൊണ്ട്. ഏതായാലും എസ്എക്സിൽ ചെന്ന് അടച്ച ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒരു സ്കാഴ്സ് പിസ്സ എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. നല്ല റിവ്യൂ ഒക്കെ ഉള്ള കണ്ടിട്ടാണ് ഞങ്ങൾ പോയി നോക്കിയത്. ഏതായാലും നല്ല അടിപൊളി പിസ്സ ഷോപ്പായിരുന്നു. നല്ല പിള്ളേരും എൻജോയ് ചെയ്തു. അമ്മമാർ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞാലും നല്ലപോലെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഏതായാലും ലേറ്റായി പോയി. 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫയർ വർക്ക് നടക്കുന്ന സ്ട്രീറ്റിലോട്ട് അങ്ങോട്ട് പോയി. മാഡിസൺ സ്ട്രീറ്റും മോൺഗോമറി എന്ന് പറയുന്ന സ്ട്രീറ്റും തമ്മിൽ കണക്റ്റ് ആകുന്ന ഭാഗത്തായിരുന്നു ഈ ഫയർ വർക്ക്സ് നടക്കുന്നത്. അതുവഴി ഞങ്ങളിങ്ങനെ നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് കണ്ടോ അവിടുത്തെ തിരക്ക്, എന്നാ ആൾക്കാരായിരുന്നറിയോ. പിള്ളേർക്കുള്ള സ്ട്രോളർ എടുത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. പിന്നെ കണ്ടോ ലൈനിൽ വെയിറ്റ് ചെയ്ത് ഇവന്മാരും എല്ലാവരും മടുത്തുപോയി. അവസാനം അവിടെ കണ്ട ഒരു കല്ല് കയറിയിരിക്കുന്ന കാഴ്ചയാണിത്. ജൂലൈ 4th പോവുകയാണെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുടിക്കാനുള്ള വെള്ളം എടുത്തോണം.
വെള്ളം എടുത്തില്ലെങ്കിലും അവിടെ ആൾക്കാരിങ്ങനെ വെള്ളം വേണോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. നല്ല തണുത്ത ഐസ് വെള്ളം കിട്ടും. എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോളറൊക്കെ എടുക്കുന്നവരാണെങ്കിൽ സ്ട്രോളറിൻ്റെ പുറകെ വെച്ചുകൊണ്ട് കുറേ വെള്ളം നമുക്കിങ്ങനെ കൊണ്ടുപോകാം. അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. 6 മണി മുതൽ ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ സമയം നമ്മൾ ലൈനിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 8:15 കഴിഞ്ഞപ്പോൾ മുതലാണ് ലൈനൊന്ന് മൂവ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ 9 മണിയൊക്കെ ആകാറായപ്പോഴത്തേന് ഈ FTR ഡ്രൈവിലേക്ക് നമ്മൾ എത്തി. ഇവിടെയാണ് ഫയർ വർക്ക് നടക്കുന്നത്. 9:05 ആയപ്പോഴത്തേന് ഫയർ വർക്ക് തുടങ്ങി. 9:25 ആക്ച്വലി ഫയർ വർക്ക്സ്. പക്ഷെ മഴ വരുമെന്നുള്ളതും കൊണ്ടാണെന്ന് തോന്നുന്നു അവർ നേരത്തെ തുടങ്ങി പരിപാടി. ഈ പാലം നിറച്ചും ആൾക്കാരായിരുന്നേ. ഇത്രയും ആൾക്കാരുണ്ടായിട്ടും നമ്മൾ ആക്ച്വലി ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. വളരെ ഫ്രീ ഫ്ലോയിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് 2 ലക്ഷം പേരെങ്കിലും കാണുമായിരിക്കും ഈ ഒരു ഫയർ വർക്ക് കാണാൻ വേണ്ടി വന്നവർ. പല സ്ഥലത്തുനിന്നും, ഒന്നാമത് ഫുട്ബോളിൻ്റെ സമയമാണല്ലോ, അപ്പോൾ പല രാജ്യത്തു നിന്നും വന്ന ആൾക്കാർ കാണുമായിരിക്കും. എല്ലാവരും ഇവിടെ വന്ന് നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാം എൻജോയ് ചെയ്ത്, കുറേ പേര് തറയിലിരിക്കുന്നു, കുറേ പേര് കല്ലിൽ കയറിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫയർ വർക്ക് തുടങ്ങി. കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. ഇത് താഴെ ഈ വെള്ളത്തിൽ കാണുന്ന കുറേ ബോട്ടുകളുണ്ട്. ആ ബോട്ടിൽ നിന്നാണ് ഈ ഫയർ വർക്ക്സ് എല്ലാം അവർ ചെയ്യുന്നത്. അപ്പം ഈ പാലം നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോയി നിന്നായിരുന്നെങ്കിൽ, ഈ മുന്നിൽ കാണുന്ന പാലമല്ല, അതിൻ്റെ അപ്പുറത്ത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അളിയൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പം അവിടുന്ന് നല്ല വ്യൂ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എനിവേ, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലീസാണ് കേട്ടോ. എത്ര പോലീസായിരുന്നു അറിയോ. ഇഷ്ടംപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് അവർ ചുറ്റിനും നടക്കുകയും എല്ലാവരെയും നല്ല രീതിയിൽ നോക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ വെള്ളത്തിൽ തന്നെ ഇഷ്ടംപോലെ പോലീസുകാരുടെ ബോട്ടുകളുണ്ട്. സോ ദാറ്റ് വാസ് ഓൾ ഫീലിംഗ് വെരി സേഫ് ടു ബി ദെയർ. ആൻഡ് നിങ്ങൾ കണ്ടോ, അവിടെ ഒരു വാട്ടർഫോൾ പോലെ പടക്കം പൊട്ടുന്ന കാണുന്നുണ്ടോ. അപ്പം അതിങ്ങനെ വീഴുന്ന കണ്ടപ്പോൾ ശരിക്കും നമുക്ക് വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. നയാഗ്ര ഫോൾസിൽ നിന്ന് വെള്ളം വീഴുന്നൊരു അനുഭവമായിരുന്നു ആക്ച്വലി ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരുന്നപ്പോൾ. ഈ ഫയർ വർക്ക്സ് നടത്തുന്നത് മേസിസ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റോറുകാരാണ്. എല്ലാ വർഷവും അവരാണ് ഈ ഫയർ വർക്ക്സ് നടത്തുന്നത്. ഏകദേശം ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഒരു $6 million to $7 million വരെ അവർ ഈ ഫയർ വർക്ക്സിന് വേണ്ടി ചിലവാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷത്തെ ജൂലൈ 4th എന്ന് പറയുന്നത് US-ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇറ്റ് വാസ് 250th anniversary. സോ എല്ലാവർക്കും ഹാപ്പി ജൂലൈ 4th. എൻജോയ് ദ ഇൻഡിപെൻഡൻസ് ദാറ്റ് വി റിസീവ്ഡ് 250 years ago. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ജൂലൈ 4th വീഡിയോ കണ്ട പോലെ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ വീഡിയോസ് ഉണ്ടാക്കി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, എൻജോയ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.